നമസ്കാരം, മാച്ച്മോ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ലിഡാർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് മാച്ച്മോ കംപ്ലീറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് ലിഡാർ എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ലിഡാർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫൂട്ടേജിൽ കാണുന്ന ഈ ഒരു ലാർജ് ആയിട്ടുള്ളൊരു ഏരിയനെ മറ്റ് സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ ലേസറുകളുടെ സഹായത്തോടു കൂടിയോ ഈ ഏരിയനെ തന്നെ മൊത്തത്തിൽ സ്കാൻ ചെയ്ത് അവരെടുത്തിട്ടുണ്ടാവും. സ്കാൻ ചെയ്തെടുത്ത ശേഷം അവരതിനെ നമുക്കൊരു OBJ ഫയലായിട്ടോ FBX ആയിട്ടോ നമുക്കത് യൂസ് ചെയ്ത് നമ്മുടെ ഷോട്ടുകൾ മാച്ച്മോ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ സ്കാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു OBJ ഫയൽ യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഷോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഫൂട്ടേജ് ലോഡ് ചെയ്ത് നമ്മൾ ട്രാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓൾറെഡി ക്യാമറ ഡാറ്റാസ് എല്ലാം നമ്മൾ നൽകിയിട്ടുണ്ട്. 2D ട്രാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കുറച്ച് മാനുവൽ ട്രാക്കിംഗ് മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതിനുശേഷം ഫുള്ള് ഓട്ടോ ട്രാക്കിലാണ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ 2D ട്രാക്കിങ്ങിനെ കുറിച്ചും ഓട്ടോ ട്രാക്കിങ്ങിനെ കുറിച്ചുമുള്ള വീഡിയോകൾ ചെയ്തിട്ടുള്ളതിനാൽ വീണ്ടും റിപ്പീറ്റേഷൻ വേണ്ട എന്നുള്ളത് കൊണ്ടാണ്. അതേപോലെ തന്നെ ഈ ഒരു വൈഡായിട്ടുള്ളൊരു ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓട്ടോ ട്രാക്കിട്ടാണ് ട്രാക്ക് എടുത്തിരിക്കുന്നതും എന്നിട്ട് ഫിൽറ്റർ ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓട്ടോ ട്രാക്കിങ്ങിലൂടെ എത്രത്തോളം നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ട്രാക്ക് കംപ്ലീറ്റ് ആയി. നമുക്കിപ്പോൾ ഇത് കാൽക്കുലേഷൻ കൊടുത്ത് നോക്കാം. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പാരാമീറ്റർ കൂടി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കേണ്ടതുണ്ട്. കുറച്ച് ബാഡായിട്ടുള്ള ട്രാക്കുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് നമുക്ക് നല്ലൊരു ഫോക്കൽ ലെങ്ത്തിലും ഡിസ്റ്റൻസിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡീവിയേഷനും വളരെ നോർമലിൽ തന്നെ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ലിഡാറുമായ സോഫ്റ്റ്വെയറിൽ ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ എന്തായാലും ഞാനിതിനെ എക്സ്പോർട്ട് ചെയ്യുകയാണ് OBJ ഫയലായിട്ട് ഈക്വലൈസറിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യത്തിനായിട്ട്. ഇവിടെ 3D ഈക്വലൈസറിലേക്ക് നമുക്കിത് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇമ്പോർട്ട് ചെയ്തു. റെഫറൻസിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വർക്കിംഗ് ഫ്ലോ കുറച്ചുകൂടെ നമുക്ക് സ്പീഡ് കിട്ടുന്നതായിരിക്കും. ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് സെറ്റിനെ നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനായിട്ട് ഞാൻ എക്സ്ട്രാക്ട് വെർട്ടെക്സിനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതാ ഒരു പിൻ പോയിൻ്റ് പോലെ അവിടെ സെലക്ട് ചെയ്ത് നമുക്ക് മൗസിൻ്റെ കഴ്സർ യൂസ് ചെയ്തുകൊണ്ടും അതേപോലെ റൊട്ടേഷൻ ചെയ്തുകൊണ്ടും നമുക്കവിടെ അലൈൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓൾമോസ്റ്റ് ആ ഒരു പൊസിഷനിലേക്ക് ഞാനിവിടെ കൊണ്ടുവരികയാണ്. എന്നിട്ട് മറ്റൊരു പിൻ പോയിൻ്റ് കൂടെ അവിടെ സെറ്റ് ചെയ്യുകയാണ്. അതിനെ ഈക്വലൈസർ തന്നെ സർവേ പോയിൻ്റ് എന്നാണ് പറയുന്നത്. ആ ഒരു സർവേ പോയിൻ്റ് ഉപയോഗിച്ച് ഞാൻ ചെയ്യുകയാണ്. ജസ്റ്റ് ഞാൻ ഈക്വലൈസറിൽ ഈ ഒരു മെഷിൻ്റെ പുറത്തേക്ക് ഞാൻ ജസ്റ്റ് ആ ഒരു ടെക്സ്ചർ ഒന്ന് അപ്ലോഡ് ചെയ്ത് ചെക്ക് ചെയ്യുകയാണ്. ഏകദേശം നമുക്ക് ആ ഒരു പൊസിഷൻ ലഭിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ആ ടെക്സ്ചറിന് കൃത്യമായി തന്നെ നമുക്കൊന്ന് മാച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഓൾമോസ്റ്റ് നമുക്ക് ആ ഒരു പൊസിഷൻ മാച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഇത് എക്സാക്റ്റ് ആയിട്ടുള്ളൊരു ലൈഡാർ ആയിട്ടല്ല നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഒരു 60% മറ്റ് കിട്ടുന്ന രീതിയിൽ മാത്രമായിട്ടാണ് നമുക്ക് ഈ ഒരു ലൈഡാർ കിട്ടിയിരിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവറേജ് ഒരു ലൈനപ്പ് മാത്രമേ ചെയ്യാനും സാധിക്കുകയുള്ളൂ. ഓക്കെ, ജസ്റ്റ് ചെക്ക് ചെയ്യുകയാണ് ഇത് കറക്റ്റാണോ ഇല്ലയോ എന്നുള്ളത്. ഒക്കെ ഓൾമോസ്റ്റ് നമുക്ക് ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യാനായിട്ട് ഇവിടെ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ആ സർവേ പോയിൻ്റുകൾ ഞാനൊന്ന് ഹൈഡ് ചെയ്യുകയാണ്. ഡിസേബിൾ ചെയ്ത് ഹൈഡ് ചെയ്തു. ഇനി നമ്മളെടുത്ത ട്രാക്കുകളെ നമുക്ക് എനേബിൾ ചെയ്യേണ്ടതുണ്ട്. ജസ്റ്റ് പിൻ പോയിൻ്റുകൾ മാത്രമായതുകൊണ്ടാണ് നമ്മളവിടെ ഓഫ് ചെയ്തത്. പിന്നെ ഗ്രൗണ്ട് ട്രാക്കുകൾ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണ് മെഷിലേക്ക്. ഓക്കെ, മറ്റെല്ലാ ട്രാക്കുകളും നമുക്കിവിടെ പ്രൊജക്ഷൻ ചെയ്യുകയാണ്. എക്സാക്റ്റ് മോഡൽ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ലൈനപ്പിലും മറ്റ് പ്രശ്നങ്ങളും തന്നെ ഇല്ലാതെ കിട്ടുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് പ്രൊജക്ഷൻ ചെയ്യുന്ന സമയത്തും കറക്റ്റായിട്ട് ആ പൊസിഷനിൽ തന്നെ പോയിട്ട് അത് അറ്റാച്ച് ആവുന്നതുമായിരിക്കും. കാൽക്കുലേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഡീവിയേഷൻ ചെറിയൊരു വേരിയേഷൻ മാത്രമാണ് വരുന്നത്. നമുക്ക് ആ ഒരു ട്രാക്കിനെ എന്തെങ്കിലും ഇഷ്യൂ ഉള്ളതുകൊണ്ടായിരിക്കാം നമുക്ക് ആ ഒരു ട്രാക്കിനെ ഒന്ന് ഹൈഡ് ചെയ്യുകയാണ്.
ഡിസേബിൾ ചെയ്ത് വീണ്ടും കാൽക്കുലേഷൻ ചെയ്യുന്നു. 1-2 ട്രാക്കുകൾ മാത്രമാണ് ഇപ്പോൾ ഇഷ്യൂ ഉള്ളതായി കാണുന്നത്. അവയും കൂടി നമുക്കൊന്ന് ഡിസേബിൾ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഡീവിയേഷൻ വളരെ പ്രശ്നം തന്നെ ഇല്ലാതെ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ടോട്ടലി പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മെഷ് കറക്റ്റായിട്ടും നമുക്ക് ആ നല്ലൊരു മാച്ച് മൂവായി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഫോക്കൽ ലെങ്ത്തും ഡിസ്റ്റോർഷനും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. നമുക്കൊരു പ്രൊഡക്ഷൻ ലെവലിൽ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഡിസ്റ്റോർഷൻ യൂസ് ചെയ്യേണ്ടതാണ്. മാക്സിമം ക്ലയൻറ്റുകളും നമുക്ക് ഇത്തരത്തിൽ ഡിസ്റ്റോർഷൻ യൂസ് ചെയ്യാൻ തന്നെയായിരിക്കും നമുക്ക് നിർദ്ദേശം തരുന്നതും. ഇത്തരത്തിലൊരു ലൈഡാർ ഷോട്ടുകളൊക്കെ ചെയ്യുമ്പോൾ ലിഡാറുകൾ നമുക്ക് മാച്ച് ചെയ്യുന്ന സമയത്ത് ഡിസ്റ്റോർഷൻ യൂസ് ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും. ഓക്കെ, നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നാലും ചില ട്രാക്കുകൾ മാത്രമൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സർവേ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ പ്ലേ ചെയ്ത് നോക്കിയാൽ നമുക്ക് സ്ലൈഡും തന്നെ ഇല്ല. ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പക്കാ ആയിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ക്യാമറ മൂവ്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ളൊരു മൂവ്മെൻറ്റും കറക്റ്റായിട്ടുള്ള സർവേയിലും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇഷ്യൂ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, നമ്മൾ പ്രോക്സി സെറ്റ് ചെയ്യുന്നത് പോലെയുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നതായിരിക്കില്ല. ഇത്തരത്തിലൊരു ലിഡാർ ഷോട്ടുകൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ഷോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാനുണ്ടായിരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.